വ്രതം ലോകമുള്ള നാൾ വരെ ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു. അറിവാകുന്ന അവതാരം അറിയിച്ചതാണീ നിയമവും, അറിവാകുന്ന അവതാരം അറിയിച്ചതാണീ നിയമവും. അനുഷ്ഠിക്കുമ്പോൾ ആത്മാവിൽ ബോധമുണ്ടായിടുന്നു, അനുഷ്ഠിക്കുമ്പോൾ ആത്മാവിൽ ബോധമുണ്ടായിടുന്നു. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു. പുറത്താലകർമ്മങ്ങൾ സകർമ്മമായി തീരുന്നു, പുറത്താലകർമ്മങ്ങൾ സകർമ്മമായി തീരുന്നു. സകർമ്മഫലമായി നിന്നിൽ തത്വചിന്ത ഉദിക്കുന്നു, സകർമ്മഫലമായി നിന്നിൽ തത്വചിന്ത ഉദിക്കുന്നു. തത്വചിന്തയുണ്ടാകുമ്പോൾ അത്തനെല്ലാം തീരുന്നു, തത്വചിന്തയുണ്ടാകുമ്പോൾ അത്തനെല്ലാം തീരുന്നു. നിഷ്കളങ്കമാകുന്നു, നിഷ്കാമകർമ്മം ചെയ്യുന്നു, നിഷ്കളങ്കമാകുന്നു, നിഷ്കാമകർമ്മം ചെയ്യുന്നു. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു. നിത്യശാന്തി നിത്യാനന്ദം നിത്യസ്വത്തായി തീരുന്നു, നിത്യശാന്തി നിത്യാനന്ദം നിത്യസ്വത്തായി തീരുന്നു. ഈ വിധത്തിൽ ആത്മനാഥൻ എന്നും ലോകേ വാഴുന്നു, ഈ വിധത്തിൽ ആത്മനാഥൻ എന്നും ലോകേ വാഴുന്നു. വാഴട്ടെ വാഴട്ടെ ശാന്തിയായി വാഴട്ടെ, ശാന്തിരൂപൻ ലോകത്തിൽ ദീർഘകാലം വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ ശാന്തിയായി വാഴട്ടെ, ശാന്തിരൂപൻ ലോകത്തിൽ ദീർഘകാലം വാഴട്ടെ, ശാന്തിരൂപൻ ലോകത്തിൽ ദീർഘകാലം വാഴട്ടെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു, ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു. ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ, നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. ജ്ഞാനാനന്ദനായി ഭക്തവൃന്ദപൂജിതനായി ജ്ഞാനോപദേശം ചെയ്യും വേദാചാര്യനെ നമോ. ജ്ഞാനാനന്ദനായി ഭക്തവൃന്ദപൂജിതനായി ജ്ഞാനോപദേശം ചെയ്യും വേദാചാര്യനെ നമോ. നാരായണ ദൈവമേ സദ്ഗുരു
പിശാചിൻ ബാധയോതിയൊഴിച്ചു മർത്യജാതിയാക്കിയിടും ചിത്തമാന്ത്രിക നമസ്കാരം. ജാതി പിശാചിൻ ബാധയോതിയൊഴിച്ചു മർത്യജാതിയാക്കിയിടും ചിത്തമാന്ത്രിക നമസ്കാരം. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. കർമ്മകാരണം യുക്തിവരുവിനാൽ വെട്ടി ധർമ്മം വിതച്ചിടുന്ന ധാർമ്മിക നമസ്കാരം. കർമ്മകാരണം യുക്തിവരുവിനാൽ വെട്ടി ധർമ്മം വിതച്ചിടുന്ന ധാർമ്മിക നമസ്കാരം. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. മായപ്പനിക്കു ജ്ഞാനബീജമുരച്ചു നൽകി. മായപ്പനിക്കു ജ്ഞാനബീജമുരച്ചു നൽകി രോഗമകറ്റും യോഗിരാജനെ നമസ്കാരം. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. നക്ഷത്രഗണം പോലെ ശിഷ്യസന്തതി ചുറ്റും. നക്ഷത്രഗണം പോലെ ശിഷ്യസന്തതി ചുറ്റും ഭക്തിയാൽ തിരിയുന്ന നക്ഷത്രാധിപ നമോ. ഭക്തിയാൽ തിരിയുന്ന നക്ഷത്രാധിപ നമോ. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. സിദ്ധവേദാന്തതത്വ മുക്തി സോപാനവേരി. സിദ്ധവേദാന്തതത്വ മുക്തി സോപാനവേരി നിത്യാനന്ദ ഊഞ്ഞാലിലാടും ബ്രഹ്മമേ നമോ. നിത്യാനന്ദ ഊഞ്ഞാലിലാടും ബ്രഹ്മമേ നമോ. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. श्री शुभानन्दाय नमः।
नमः। ॐ श्री शुभानन्दाय नमः। ॐ श्री शुभानन्दाय नमः। സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സൗഭാഗ്യം നൽകുന്ന സർവേശ്വരൻ. ശുഭാനന്ദം ആത്മബോധോദയം ശുഭാനന്ദം ആത്മബോധോദയം. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. ജാതിയുമില്ല മതവുമില്ല സ്ത്രീ പുരുഷഭേദം ലേശമില്ല. സത്യസ്വരൂപനെ ആരാധിച്ചിടുന്ന ചിത്തത്തിലൊക്കെയും വാഴുന്നവൻ. സത്യസ്വരൂപനെ ആരാധിച്ചിടുന്ന ചിത്തത്തിലൊക്കെയും വാഴുന്നവൻ. പക്ഷപ്രതിലേശമില്ലാതെ ഉള്ളൊരു ആത്മബോധോദയ സംഘമാണിത്. പക്ഷപ്രതിലേശമില്ലാതെ ഉള്ളൊരു ആത്മബോധോദയ സംഘമാണിത്. ശുഭാനന്ദം ആത്മബോധോദയം ശുഭാനന്ദം ആത്മബോധോദയം. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. തത്വചിന്തയുള്ള സത്തുക്കളിലെല്ലാം മുത്തായി വിളങ്ങുന്ന സദ്ഗുരുവേ. തത്വചിന്തയുള്ള സത്തുക്കളിലെല്ലാം മുത്തായി വിളങ്ങുന്ന സദ്ഗുരുവേ. ആദിപരാപരൻ ആരിലും വാഴുന്ന ആദിപരാപരൻ ആരിലും വാഴുന്ന ആരാധ്യരൂപനായി വാഴുന്നു താൻ. ആരാധ്യരൂപനായി വാഴുന്നു. ശുഭാനന്ദം ആത്മബോധോദയം ശുഭാനന്ദം ആത്മബോധോദയം. അക്ഷരകുക്ഷിക്കും പണ്ഡിതന്മാർക്കുമൊന്നുപോലാനന്ദം നൽകിയിടുന്നു. ആത്മബോധോദയ സംഘത്തിൻ സ്ഥാപകൻ സത്യശുഭാനന്ദ ദേവനാണ്.
ആത്മബോധോദയ സംഘത്തിൻ സ്ഥാപകൻ സത്യശുഭാനന്ദദേവനാണ്. സത്യമറിയിച്ചു ചിത്തത്തിലൊക്കെയും തുള്ളിക്കളിക്കും ശുഭാനന്ദം താൻ. സത്യമറിയിച്ചു ചിത്തത്തിലൊക്കെയും തുള്ളിക്കളിക്കും ശുഭാനന്ദം താൻ. ശുഭാനന്ദം ആത്മബോധോദയം. ശുഭാനന്ദം ആത്മബോധോദയം. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. ശുഭാനന്ദം ആത്മബോധോദയം. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ശുഭാനന്ദം ആത്മബോധോദയം. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഹൃദയങ്ങളൊത്തുചേർന്നു തിരുനാമം സ്തുതിക്കുമ്പോൾ ഹൃദയേശനാനന്ദമായി സ്ഥിതി ചെയ്തിടും. ഹൃദയങ്ങളൊത്തുചേർന്നു തിരുനാമം സ്തുതിക്കുമ്പോൾ ഹൃദയേശൻ ആനന്ദമായി സ്ഥിതി ചെയ്തിടും. അകതാരത്തിലെയും അഴുക്കുകൾ അകന്നീടും അഖിലേശൻ അതിശോഭയായി വാണിടും. അകതാരിൽ സ്ഥിതി ചെയ്യും അഴുക്കുകൾ അകന്നീടും അഖിലേശൻ അതിശോഭയായി വാണിടും. അറിവറ്ററിവു വേണം, മനസ്സറ്റ കർമ്മം വേണം, അഖിലേശൻ അകതാരിൽ അധിവസിപ്പാൻ. അറിവറ്ററിവു വേണം, മനസ്സറ്റ കർമ്മം വേണം, അഖിലേശൻ അകതാരിൽ അധിവസിപ്പാൻ. അറിവിനാൽ അറിയുക മനസ്സെന്താണെന്താണെന്ന് അറിവായി കരുതിയതെന്തെല്ലാമെന്ന്. അറിവായി കരുതിയതെന്തെല്ലാമെന്ന്. അവനവനവനവനെ അറിയുന്ന അറിവല്ലോ അറിവായി അകതാരിൽ കരുതേണ്ടത്. അവനവനവനവനെ അറിയുന്ന അറിവല്ലോ അറിവായി അകതാരിൽ കരുതേണ്ടത്. പരമാത്മതിരുവിഷ്ടം അറിയിക്കുന്ന അറിവായി ചിരി ചെയ്യും ആത്മാവിനെ അറിഞ്ഞുകൊള്ളുക. പരമാത്മതിരുവിഷ്ടം അറിയിക്കുന്ന അറിവായി ചിരി ചെയ്യും ആത്മാവിനെ അറിഞ്ഞുകൊള്ളുക. പരമാത്മാവിൻ്റെ ഇഷ്ട
ഇഷ്ടം മറയ്ക്കുന്ന മനസ്സിനെ അറിവുകൊണ്ടടക്കേണം. ആത്മശക്തിയാൽ പരമാത്മാവിൻ്റെ ഇഷ്ടം മറയ്ക്കുന്ന മനസ്സിനെ അറിവുകൊണ്ടടക്കേണം. ആത്മശക്തിയാൽ അറിയേണ്ട അറിവും ഈ മനസ്സുമൊന്നായി വന്നാൽ പരിശുദ്ധ ഹൃദയം ഉയർന്നു വന്നിടും. അറിയേണ്ട അറിവും ഈ മനസ്സുമൊന്നായി വന്നാൽ പരിശുദ്ധ ഹൃദയം ഉയർന്നു വന്നിടും. ഇപ്രകാരം ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഹൃദയങ്ങൾ ഒത്തുചേർന്നു സ്തുതിക്കുമ്പോൾ ആനന്ദം തന്നെ. ഇപ്രകാരം ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഹൃദയങ്ങൾ ഒത്തുചേർന്നു സ്തുതിക്കുമ്പോൾ ആനന്ദം തന്നെ. ഹൃദയങ്ങൾ ഒത്തുചേർന്നു തിരുനാമം സ്തുതിക്കുമ്പോൾ ഹൃദയേശൻ ആനന്ദമായി തിരിച്ചെഴുതിടും. ഹൃദയേശൻ ആനന്ദമായി തിരിച്ചെഴുതിടും. സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമേവിടെ തന്നിൽ കാണാത്തൊരു ദൈവമേവിടെ സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമേവിടെ തന്നിൽ കാണാത്തൊരു ദൈവമേവിടെ ദൈവമിരിക്കുന്നൊരിടമറിയുന്നത് അന്തരാത്മാവൊന്നു മാത്രം ദൈവമിരിക്കുന്നൊരിടമറിയുന്നത് അന്തരാത്മാവൊന്നു മാത്രം ദൈവമവതരിപ്പതുമറിയുന്നതാത്മാവതൊന്നിനു മാത്രം ദൈവമവതരിപ്പതുമറിയുന്നതാത്മാവതൊന്നിനു മാത്രം സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമേവിടെ തന്നിൽ കാണാത്തൊരു ദൈവമേവിടെ സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമേവിടെ തന്നിൽ കാണാത്തൊരു ദൈവമേവിടെ ഉള്ളിൽ തെളി
ആരാധനാരൂപം നിത്യസമ്പത്തായി ലസിക്കുന്നു. ഉള്ളിൽ തെളിയുന്നൊരാരാധനാരൂപം നിത്യസമ്പത്തായി ലസിക്കുന്നു. ദുഃഖം വളർത്തിടും ലോക സമ്പത്താകെ ത്യജിച്ചിട്ടു മുക്തി നേടൂ. ദുഃഖം വളർത്തിടും ലോക സമ്പത്താകെ ത്യജിച്ചിട്ടു മുക്തി നേടൂ. ആ സ്വർഗം തന്നിൽ തന്നെ, ദൈവം തന്നിൽ തന്നെ, തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ, തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ. സ്വർഗം തന്നിൽ തന്നെ, ദൈവം തന്നിൽ തന്നെ, തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ, തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും. ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും. ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. തൂണിലും തുരുമ്പിലും നാരിലും ഞരമ്പിലും ഹൃദയ സരസിനുള്ളിലും ദൈവം വാഴുന്നു. തൂണിലും തുരുമ്പിലും നാരിലും ഞരമ്പിലും ഹൃദയ സരസിനുള്ളിലും ദൈവം വാഴുന്നു. ഇടവും വലവും തൻ മുന്നിലും പിന്നിലും ഭക്തർ നടുവിലും വാഴുന്നു. സർവവ്യാപിയായി വാഴുന്നു, സർവവ്യാപിയായി വാഴുന്നു. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും. ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. ഒരേ ജാതി ഒരേ മതവും ഒരേ ദൈവവുമേവർക്കും ഒരേ ചിന്തയിൽ അവന്റെ നാമ
സങ്കീർത്തനം പാടിയിടിൽ. ഒരേ ജാതി ഒരേ മതവും ഒരേ ദൈവവുമേവർക്കും ഒരേ ചിന്തയിൽ അവന്റെ നാമസങ്കീർത്തനം പാടിയിടിൽ. ആത്മബോധവും ആനന്ദാഭയും നിത്യശാന്തിയും നേടിടും, മോക്ഷസുഖവും നേടിടും, മോക്ഷസുഖവും നേടിടും. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും, ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും, ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. പന്ത്രണ്ട് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്തു, സർവദോഷം തീരുവാനായി ആശ്രയിച്ചു. 12 വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്തു, സർവദോഷം തീരുവാനായി ആശ്രയിച്ചു. സർവലോക സൃഷ്ടിതാവേ പരമ്പൊരുളേ, ആത്മശക്തിയായെന്നും കൂടെ വാഴുക. സർവലോക സൃഷ്ടിതാവേ പരമ്പൊരുളേ, ആത്മശക്തിയായെന്നും കൂടെ വാഴുക. മനസ്സാല ചിന്തിക്കുന്ന കാര്യമെല്ലാം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. മനസ്സാലെ ചിന്തിക്കുന്ന കാര്യമെല്ലാം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. നാവാലെ ഉരച്ചെയ്യും ശബ്ദമെല്ലാം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. നാവാലെ ഉരചെയ്യും ശബ്ദമെല്ലാം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. ചെയ്യുന്ന കർമ്മങ്ങൾ ആസകലം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. ചെയ്യുന്ന കർമ്മങ്ങൾ ആസകലം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. മനസാവാചാകർമ്മ പരിശുദ്ധിയായി പരമഗുരുവെന്നും കൂടെ വാഴുക. മനസാവാചാകർമ്മ പരിശുദ്ധിയായി
സർവദോഷം തീരുവാനായി ആശ്രയിച്ചു. സർവലോക സൃഷ്ടിതാവേ പരമ്പൊരുളേ, ആത്മശക്തിയായെന്നും കൂടെ വാഴുക, ആത്മശക്തിയായെന്നും കൂടെ വാഴുക. തിരുമുഖമൊന്നു ദർശിക്കാൻ ആ തിരുമൊഴിയൊന്നു കേട്ടിടാൻ, ആർത്തിയോടെ അടിയങ്ങൾ വന്നിടുന്നു ഭഗവാനേ. തിരുമുഖമൊന്നു ദർശിക്കാൻ ആ തിരുമൊഴിയൊന്നു കേട്ടിടാൻ, ആർത്തിയോടെ അടിയങ്ങൾ വന്നിടുന്നു ഭഗവാനേ. ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ. തിരുവടിപാദമടിയൻ ശരണം 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 ഭഗവാനേ. ഉന്നതനാകുന്ന ദൈവത്താൽ ഉദിപ്പിച്ച് ദാനം ചെയ്ത ഒരു നിയമം. നമ്മുടെ എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. ആത്മബോധോദയ സംഘാംഗങ്ങളുടെ മഹാഭാഗ്യവും അതുതന്നെയാണ്. ആരെങ്കിലും 10 പേര് പണ്ഡിതന്മാരോ അല്ലാത്തവരോ കൂടി ചേർന്നിരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു നിയമമല്ല ആത്മബോധോദയ സംഘാംഗങ്ങൾ അനുവർത്തിക്കുന്നത്. പിന്നെ എന്താണ് അനുവർത്തിക്കുന്നത്? സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. ഈ സൃഷ്ടിലോകത്തിൽ സമ്പൂർണ്ണ മോക്ഷത്തെ ദാനം ചെയ്യുവാൻ വേണ്ടി സമ്പൂർണ്ണാവതാരമായി സർവശക്തി തന്നെ എഴുന്നള്ളി നിന്നുകൊണ്ട് ആ തിരുഹൃദയത്തിൽ നിന്ന് ഉദിപ്പിച്ച് ദാനം ചെയ്തതാണ് ആത്മബോധോദയ സംഘവും സംഘത്തിലെ നിയമവും. സർവ്വനിയമങ്ങളും ആ തിരുഹൃദയത്തിന്റെ വകയാണ്. അതുകൊണ്ട് തന്നെ നിയമം പാലിക്കുന്നവരെല്ലാം തിരുഹൃദയത്തിലോട്ട് ചേർക്കപ്പെടുകയാണ്. ആ തിരുഹൃദയത്തിലേക്ക് ചേർക്കപ്പെടുമ്പോഴാണ് സമ്പൂർണ്ണ മോക്ഷം അനുഭവമാകുന്നത്. ആ തിരുഹൃദയത്തിന്റെ പേരെന്താണ്? ശുഭാനന്ദം എന്നാണ്. ശുഭമായൊരാനന്ദം നൽകിടുവാൻ കലിയുഗത്തിൽ ഖഡ്ഗി അവതാരമായി. ശുഭമായൊരാനന്ദം നൽകിടുവാൻ കലിയുഗത്തിൽ ഖഡ്ഗി അവതാരമായി. ശുഭമായൊരാനന്ദം നൽകിടുവാൻ കലിയുഗത്തിൽ ഖഡ്ഗി അവതാരമായി. അനുഭവജ്ഞാനങ്ങളോതിടുന്നു, അനുഭവ ഭാഗ്യത്തെ നൽകിടുന്നു. അനുഭവജ്ഞാനങ്ങളോതിടുന്നു, അനുഭവ ഭാഗ്യത്തെ
സത്കർമ്മമെന്നിൽ തെളിയിക്കുന്നു. മനസ്സറ്റ കർമ്മത്തെ സാധ്യമാക്കാൻ സത്കർമ്മമെന്നിൽ മനസ്സറ്റ കർമ്മത്തെ സാധ്യമാക്കാൻ സത്കർമ്മമെന്നിൽ തെളിയിക്കുന്നു. മനസ്സറ്റ കർമ്മത്തെ സാധ്യമാക്കാൻ സത്കർമ്മമെന്നിൽ തെളിയിക്കുന്നു. സമ്പൂർണമായുള്ള ആനന്ദത്തെ ആത്മാവിൽ നൽകുന്നു പരമഗുരു. 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 പരിശുദ്ധ ജീവിത കർമ്മഫലമായി സത്യശുഭാനന്ദം കാണാറാകും. പരിശുദ്ധ സത്യശുഭാനന്ദം പരിശുദ്ധ ജീവിത കർമ്മഫലമായി സത്യശുഭാനന്ദം കാണാറാകും. ഓരോ ആത്മാവിനെയും ശുഭാനന്ദ രൂപമാക്കി തീർക്കുവാനാണ് കലിയുഗത്തിലെ അവതാരം. ഓരോ ആത്മാവിനെയും ശുഭാനന്ദ രൂപമാക്കി തീർക്കുവാനാണ് കലിയുഗത്തിലെ തിരുവോധാനം. അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഇത്രയും കർശനമായി ആത്മാക്കളിലേക്ക് ദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിയമങ്ങൾ ഇത്രയും കർശനമായി ആത്മാക്കളിലേക്ക് ദാനം ഇതിന് ഇനി വിട്ടുവീഴ്ചകൾ ചെയ്താൽ സമയം അധികമില്ല. ഇനി വിട്ടുവീഴ്ചകൾ ചെയ്താൽ സമയം ഇത് കലിയുഗമാണ്, ഇത് കലിയുഗം അവസാനത്തെ യുഗമാണ്. അവസാനത്തെ യുഗം. 3 യുഗങ്ങളിലെയും കർമ്മഫലത്തെ സ്വീകരിച്ച് 3 യുഗങ്ങളിലെയും കർമ്മഫലത്തെ കലിയുഗത്തിൽ മർത്യനായി ജന്മം തന്ന് കലിയുഗത്തിൽ മർത്യനായി ജന്മം തന്ന നിങ്ങളോടൊപ്പം ദൈവവും അവതാരമായി നിന്ന് നമ്മളോടൊപ്പം ദൈവവും തിരുവോധാനമായി ഈ സുവർണാവസരത്തെ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നത്, ഈ സുവർണാവസരത്തെ നമുക്ക് ദാനം ചെയ്യുന്നത് ഈ സമയം ഈ അറിവിനെ ഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ ഒടുക്കി നിത്യാനന്ദമാകുന്ന സ്വർഗസുഖത്തിലേക്ക് സ്വയം ചേർക്കപ്പെടുവാൻ വേണ്ടിയാണ്. നിത്യാനന്ദമായ സ്വർഗ്ഗസുഖത്തിലേക്ക് സ്വയം ചേർക്കപ്പെടുവാൻ വേണ്ടി ഇവിടെ നമ്മൾ വിട്ടുവീഴ്ചയ്ക്കും ഇളവുകൾക്കും വേണ്ടി ശ്രമിച്ചാൽ ഇവിടെ നമ്മൾ വിട്ടുവീഴ്ചയ്ക്കും ഇളവുകൾക്കും വേണ്ടി ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് ഇതിന്റെ പരിപൂർണതയിലേക്ക് എത്താൻ കഴിയുകയില്ല. ഒരിക്കലും നമുക്ക് ഇതിന്റെ പരിപൂർണതയിലേക്ക് ഇപ്പൊ എന്താണോ കൽപ്പന അതേ നിലയിൽ അതിനെ പരിപാലിക്കുവാനാണ് പരിശ്രമിക്കേണ്ടത്. അതേ നിലയിൽ അതിനെ പരിപാലിക്കുവാനാണ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ജീവിത വ്യവസ്ഥയെ ഗൃഹസ്ഥാശ്രമ ജീവിതം എന്നാണ് പേരിട്ടിരിക്കുന്നത്. നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന ജീവിത വ്യവസ്ഥയെ ഗൃഹസ്ഥാശ്രമ ജീവിതം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് ചിലരിപ്പോ ഗൃഹസ്ഥാശ്രമ ജീവിതം ചെയ്യുന്നത് ചിലരിപ്പോൾ ഗൃഹസ്ഥാശ്രമ ജീവിതം ചെയ്യുന്നത് ഗൃഹസ്ഥ ജീവിതത്തിന് വേണ്ടിയുള്ള ശ്രമമായിട്ടാണ്. ഗൃഹസ്ഥ ജീവിതത്തിന് വേണ്ടിയുള്ള ശ്രമമായിട്ടാണ്. പറഞ്ഞു മനസ്സിലായോ? ഗൃഹസ്ഥ ജീവിതത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ഗൃഹസ്ഥാശ്രമം എന്നാണ് ചിലർ കരുതിയിരിക്കുന്നത്. ഗൃഹസ്ഥ ജീവിതത്തിന് വേണ്ടിയുള്ള ശ്രമം എന്നാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം. അല്ല, ഗ്രഹം ആശ്രമ സമാനമായി ജീവിക്കണമെന്നാണ്. അല്ല, ഗ്രഹം ആശ്രമ സമാനമായി ജീവിക്കണം. ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭവനം. സ്വന്തം ഭവനം എന്തായി തീരണം? സത്യജീവിതം കൊണ്ട്, ശുദ്ധവൃത്തി കൊണ്ട്, സത്യരൂപനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചുകൊണ്ട് അത് ആശ്രമ സമാനമായി മാറണം. അല്ലാതെ ഗൃഹസ്ഥ ജീവിതത്തിന് വേണ്ടിയുള്ള ശ്രമമല്ല ഗൃഹസ്ഥാശ്രമം. പല ആളുകളുടെയും ചിന്താഗതി അതാണ്. ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതത്തിനുള്ള ശ്രമം എന്നാണ്.
ഗൃഹസ്ഥ ജീവിതത്തിന് അല്ല, അല്ല. ഗ്രഹം ആശ്രമ സമാനമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ പഠിക്കണം. സമാനമായിക്കൊണ്ട് ജീവിക്കുവാൻ സത്യധർമാദികൾ പൂർത്തിയാക്കുവാൻ വേണ്ടി ജീവിതം ചെയ്യുന്ന സന്താനങ്ങൾ ഒത്തുജീവിക്കുന്ന ഗ്രഹം ആശ്രമ സമാനമായിരിക്കും. സത്യധർമാദികൾ പൂർത്തിയാക്കുവാൻ വേണ്ടി ഒത്തുജീവിക്കുന്ന ആത്മാക്കൾ ചേർന്ന് ജീവിക്കുന്ന ഗ്രഹം ആശ്രമ സമാനമാണ്. ഇവിടുന്ന് അറിയിക്കുന്ന അറിവുകളെ നിത്യേന ചെയ്യേണ്ട ആരാധനകൾ, വെള്ളി ശനി ഞായർ 3 ദിവസം ചെയ്യേണ്ട ബ്രഹ്മചര്യം, അതുപോലെ കുടുംബാരാധനകൾ, വെള്ളിയാഴ്ചയുള്ള കുടുംബാരാധനകൾ, ഞായറാഴ്ചയുള്ള ആശ്രമത്തിലെ ആരാധനകൾ, അതുപോലെ നിത്യേനയുള്ള ജീവിതത്തിൽ പാലിക്കേണ്ട സത്യധർമാദികൾ, ഇങ്ങനെ സർവ്വതും സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ചെയ്യുന്ന ഒരാത്മാവ് ജീവിക്കുന്ന ഭവനം ആശ്രമ സമാനമായിരിക്കും. അങ്ങനെ ജീവിക്കുവാൻ നിങ്ങൾ പരിശീലിക്കുക. അങ്ങനെ ഓരോ കുടുംബങ്ങളും ശുഭാനന്ദ കുടുംബങ്ങളാവട്ടെ. അത് കണ്ട് ആത്മലോകം ശുഭാനന്ദ ഗുരുവിനെ അന്വേഷിക്കട്ടെ. ഈ ലോകത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ള ഈ കാലത്ത് നിങ്ങളെല്ലാവരും വളരെ സന്തോഷമായി ജീവിക്കുന്നല്ലോ. എന്താ കാരണമെന്ന് കണ്ടു നിൽക്കുന്നവരും അയലത്തുകാരും സുഹൃത്തുക്കളും ഒക്കെ അന്വേഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. ആ അവസ്ഥയിൽ എത്തണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധ ജീവിതം ചെയ്ത് മുന്നോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. ആ പരിശുദ്ധ ജീവിതമാണ് നമ്മുടെ നിയമജീവിതം. ആ നിയമങ്ങളെല്ലാം ആര് പാസാക്കിയതാണ്? സർവശക്തനാകുന്ന ദൈവം പാസാക്കിയതാണ്. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വന്ന ജ്ഞാനങ്ങളാണ് നമ്മുടെ നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ ആ നിയമം പാലിക്കുന്നവർ തിരിച്ചെവിടേക്കാണ് എത്തുന്നത്? ആ ദൈവത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെ എത്തുവാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്തിക്കണ്ടാക്കണം. ഒന്ന് കൈ അടിക്കട്ടെ. അങ്ങനെ വെറുതെ ആഗ്രഹിച്ചാൽ പറ്റുമോ? പറ്റുകയില്ല. പിന്നെ എന്ത് വേണം? സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. സത്യത്തിൽ നിന്നു ചേരാം വിശേഷങ്ങളൊക്കെ നടക്കുമ്പോഴും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ചോക്ലേറ്റാണ് വിതരണം ചെയ്യുന്നത്. വലിയ വലിയ ചോക്ലേറ്റുകളൊക്കെ കൊടുക്കും. എന്തുവാ അതിന് പ്രത്യേകം പേര്? കാഡ്ബറി, പിന്നെ വേറെ ഏതാണ്ടൊക്കെ പേരുകളൊക്കെ പറയുന്നേക്കാം. അങ്ങനെ ഒരുപാട് പേരുകളിൽ വലിയ വലിയ ചോക്ലേറ്റുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. വിലപിടിപ്പുള്ള ചോക്ലേറ്റുകൾ. ചിലതിൻ്റെയൊക്കെ വില കേട്ടാൽ തല ഇറങ്ങി താഴെ വീഴും. അതുപോലത്തെ വിലയാണ്. ചെറുതിനൊക്കെ ഉള്ള വില കേട്ടാൽ 60-70 ഒക്കെ രൂപയാണ് ചെറിയൊരു കഷണത്തിന്. ഇനി നമ്മളിതെല്ലാം തിന്ന് ശീലിച്ചെങ്കിലും പഴയ നാരങ്ങ മുട്ടായി കണ്ടാൽ ഇഷ്ടപ്പെടാതിരിക്കൂ. അത് ഇഷ്ടമുള്ളവരൊന്ന് കൈ പൊക്കിയേ. വായി വെള്ളവും വന്നു പറയാൻ എന്ന് പറഞ്ഞതുപോലെയാണ്. കീർത്തനങ്ങൾ അനേകം പാടുന്നുണ്ട്, അനേകം കാര്യങ്ങൾ അറിയുന്നുണ്ട്. എന്നാലും ഈ പഴയ കീർത്തനങ്ങളൊക്കെ പഴയ ശീലുകളിൽ പഴയ നാവിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഒന്നുകൂടെ ഒന്ന് പാടിക്കും.
ചോക്ലേറ്റും നാരങ്ങ മുട്ടായിയും ഉപമ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് നാരങ്ങ മുട്ടായി ആണെന്ന് വിചാരിക്കല്ലേ. അഗാധമായ തത്വങ്ങൾ ഈ കീർത്തനത്തിലുമുണ്ട്. ഇതൊക്കെ ഇരിക്കുന്തോറും വീര്യം കൂടുന്ന കീർത്തനങ്ങളാണിതൊക്കെ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ നാരങ്ങ മുട്ടായി ആ ചേരാൻ അങ്ങനെ ചിന്തിച്ചു കളയല്ലേ. എല്ലാം ഭഗവാന്റെ ആ മഹാകാരുണ്യത്തിലൂടെ ആത്മലോകത്തിന്റെ നിത്യസൗഭാഗ്യത്തിന് വേണ്ടി ദാനം ചെയ്ത മഹാകീർത്തനങ്ങളാണ്. അപ്പോ നമ്മൾ സത്യത്തിൽ നിന്ന് തെറ്റാത്ത ജീവിതം മുൻപോട്ട് നയിച്ചെങ്കിൽ മാത്രമേ ഗുരുവിന്റെ ഹൃദയത്തിലേക്ക് ചേർക്കപ്പെടുകയുള്ളൂ. അപ്പൊ തെറ്റാത്ത ജീവിതം ചെയ്യാമെന്ന് തീരുമാനം ചെയ്തവരും സത്യപ്രതിജ്ഞ ചെയ്തവരുമാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ. അപ്പൊ ആ ജീവിതം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസമാണ് അല്ലേ. തീർത്ഥാടനം സമാപിക്കുമ്പോൾ നമ്മുടെ ഒരു വർഷം സമാപിക്കുകയാണ്. അടുത്ത വർഷം തുടങ്ങുകയാണ്. ശുഭാനന്ദ വർഷം തുടങ്ങുന്നത് നമുക്ക് പൂരം നക്ഷത്രത്തിനാണ്. ഈ ഇംഗ്ലീഷ് മാസത്തിന്റെ കണക്കനുസരിച്ച് വരുമ്പോൾ ഡിസംബർ മാസമാണല്ലോ അവസാനം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ജീവിത വഴി, ഒരു നിയമജീവിതം, അതിന്റെ ഒരു വലിയ പൂർത്തീകരണം നടക്കുന്ന സമയമാണ് സമാപന തീർത്ഥാടനം എന്ന് പറയുന്നത്. ചെറിയ ചെറിയ നിയമങ്ങൾ, ചെറിയ ചെറിയ സ്തുതികൾ, താരാസ്തുതികൾ, ഭക്തനാൾ സ്തുതികൾ, ആചാര്യസ്തുതികൾ, 27 ആചാര്യസ്തുതി എന്ന് വേണ്ട അങ്ങനെ നിയമങ്ങളാൽ ബന്ധിപ്പിച്ച് 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 ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു 3 മാസക്കാലം 12 വെള്ളിയാഴ്ച വ്രതം. എന്നിട്ട് രണ്ട് മുടികളിലായി കർമ്മഫലങ്ങളെ കൊണ്ടുവന്ന് അർപ്പിക്കുകയാണ്. ഇപ്പോഴും പലരും വിചാരിക്കുന്നത് പാപവും പുണ്യവുമാണെന്നാണ്. അത് ശബരിമലയെ കൊണ്ടുപോകുന്ന കെട്ടിനെ സംബന്ധിച്ച് അവരൊക്കെ പല പാട്ടുകളും എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. പുണ്യ പാപ ചുമടുകൾ ഏന്തി ജീവിത മാമല കയറുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് പല പാട്ടുകളും ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ടങ്ങ് പറയുന്നതാണ്. പക്ഷേ നമുക്കതല്ല. നമുക്ക് ആത്മീയവും ഭൗതികവുമായ കർമ്മഫലങ്ങളെയാണ് 2 മുടികളിലാക്കുന്നത്. ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ പറ്റുന്നത് ഒരേ ഒരു സാധനമേ ഉള്ളൂ. എന്താ അത്? തിരുമുൽ കാഴ്ച വയ്ക്കണം സൽക്കർമ്മ ഫലമെല്ലാം. സൽക്കർമ്മം, നല്ല ചിന്തയിലൂടെ ഉയർത്തപ്പെടുന്ന ഹൃദയത്തിന്റെ നിലവാരം, അതിനെ ബാഹ്യമായി നമുക്ക് കാണിക്കുവാൻ യാതൊരു മാർഗവുമില്ല. എന്നാൽ ആന്തരികമായത് ഭഗവാൻ കാണുന്നു, അറിയുന്നു, സ്വീകരിക്കുന്നു. എങ്കിലും അതിന്റെ ബാഹ്യ പ്രകടനമെന്ന നിലയിൽ ആത്മീയ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങളെ ആന്തരിക കർമ്മഫലമായി നമ്മൾ സമർപ്പിക്കുകയാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലത്തെ നമ്മൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങളായിട്ടുള്ള അരിയും തേങ്ങയും ആയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ 2 മുടികളിലായിട്ട് കെട്ടുന്നത്. അല്ലാതെ നന്മയും തിന്മയോ അല്ലെങ്കിൽ പാപമോ പുണ്യമോ അങ്ങനെയല്ല. നിങ്ങൾ എല്ലാവരും പാപവും കൊണ്ട് ഇങ്ങോട്ട് പോരെ എന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പാപം കഴുകിക്കളയാനുള്ള വഴി ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പാപം തീർക്കുവാനുള്ള വഴിയാണ്. പക്ഷെ നിരന്തരം പാപം ചെയ്തിട്ട് അതുമായിട്ട് ഇഞ്ഞ് പോരേന്നല്ല പറഞ്ഞത്. പാപം ചെയ്യരുതേ മനുഷ്യ, പാപം ചെയ്യരുതേ. പാപം ചെയ്യരുതേ മനുഷ്യ, പാപം ചെയ്യരുതേ. പാപമറ്റ ജീവിതം നീ ചെയ്തു കൊള്ളുക.
പരിശുദ്ധ രൂപത്തെ പാപമില്ലാത്ത പരിശുദ്ധ രൂപത്തെ പാപമില്ലാത്ത പരിശുദ്ധ രൂപത്തെ ആത്മാവിലായി കാണുവാനായി ജീവിതം ചെയ്യാം. പാപമില്ലാത്ത പരിശുദ്ധ രൂപത്തെ ആത്മാവിലായി കാണുവാനായി ജീവിതം ചെയ്യാം. ആത്മനാഥൻ നൽകിടുന്ന ആത്മജ്ഞാനത്തെ ആത്മനാഥൻ നൽകിടുന്ന ആത്മജ്ഞാനത്തെ ആത്മാവിലായി സ്വീകരിച്ചാൽ പാപം മാറിടും. ആത്മനാഥൻ നൽകിടുന്ന ആത്മജ്ഞാനത്തെ ആത്മാവിലായി സ്വീകരിച്ചാൽ പാപം മാറിടും. പാപമില്ലാത്ത ശുദ്ധ ചിന്തയുണ്ടാകോ ശുദ്ധ പാപമില്ലാത്ത ശുദ്ധ ചിന്തയുണ്ടാകോ ശുദ്ധമായ കർമ്മം ചെയ്യുവാൻ കഴിവു നൽകിടും. പാപമില്ലാത്ത ശുദ്ധ ചിന്തയുണ്ടാകുമോ ശുദ്ധമായ കർമ്മം ചെയ്യുവാൻ കഴിവു നൽകിടും. പരിശുദ്ധ കർമ്മം ചെയ്തു സൽഫലങ്ങളെ പരിശുദ്ധ കർമ്മം ചെയ്തു സൽഫലങ്ങളെ തിരുമുൽക്കാഴ്ചയായി നിങ്ങൾ അർപ്പിച്ചുകൊള്ളുക. ആ പരിശുദ്ധ കർമ്മം ചെയ്തു സൽഫലങ്ങളെ തിരുമുൽക്കാഴ്ചയായി നിങ്ങൾ അർപ്പിച്ചുകൊള്ളുക.
പങ്കെടുത്ത ഓരോ കുഞ്ഞുങ്ങളും, ഇതിനകത്ത് പങ്കെടുത്ത ഓരോ കുഞ്ഞുങ്ങളും, അതിനുവേണ്ടി സാരഥ്യം വഹിച്ച ഓരോ പരമ്പരകളും, അതിനുവേണ്ടി സാരഥ്യം വഹിച്ച ഓരോ പരമ്പരകളും, ഓ അതിന് കാവലായുന്ന ദൂതന്മാരും, കാവലായുന്ന ദൂതന്മാരും, തുണയായുന്ന ദേവീദേവന്മാരും, തുണയായുന്ന ദൈവീദേവന്മാരും, ഓ തുണയായുന്ന പ്രകൃതിയും, തുണയായുന്ന അങ്ങനെ എന്തെല്ലാം ഒരുങ്ങിയാണ് ഈ കർമ്മം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെല്ലാം ഒരുങ്ങിയാണ് ഈ കർമ്മം പൂർത്തീകരിക്കുന്നത്. ഇത്ര മനോഹരമായി ഒരുക്കി തന്നത് ആരാണ്? മനോഹരമായി ഒരുക്കി തന്നത്, ഇത്ര മനോഹരമായി നടത്തി തന്നത് ആരാണ്? മനോഹരമായി നടത്തി തന്നത്, ഓ അദൃശ്യമായി നിന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണ്? ദൃശ്യമായി നിന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നത്, ദൃശ്യമായി നിന്ന് ഈ അറിവിനെ തരുന്നത് ആരാണ്? ദൃശ്യമായി നിന്ന് ഈ അറിവിനെ തരുന്നത്, എവിടെ പോയാലും നിങ്ങളുടെ കൂടെ വരുന്നത് ആരാണ്? പോയാലും നമ്മുടെ കൂടെ വരുന്നത്, ഓ എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കുന്നത് ആരാണ്? എന്ന് വിളിച്ചാലും വിളികൾ, ഓ ആ തപോശക്തിയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ശക്തിയാണ്, ശുഭാനന്ദ തപോശക്തിയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുന്ന മഹാശക്തിയെ, മാറ്റമില്ലാത്ത ലോകത്തിൽ വാഴുന്ന മഹാശക്തി, മാറ്റമില്ലാത്ത ഭക്തിയോടുകൂടി നിങ്ങൾ ആരാധിക്കുക. മാറ്റമില്ലാത്ത ഭക്തിയോട് മഹാശക്തി നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. ശുഭാനന്ദ തപോശക്തി ലോകത്തിൽ നെടുനാൾ വാഴുമാറാകട്ടെ. ആത്മനാഥന്റെ സമ്പൂർണ്ണ സുഖവാഴ്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പൂർണ്ണ സുഖവാഴ്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തപ്പെട്ട ഈ മഹാവ്രതവും സമാപനവും നടത്തപ്പെട്ട ഈ മഹാഭൂതവും സമാപനവും കുറവുകൾ തീർത്ത് മഹാശക്തി സ്വീകരിക്കുമാറാകട്ടെ. മഹാശക്തി സ്വീകരിക്കും. എല്ലാ നേർച്ചകളും എല്ലാ ഇരുപിടികളും ഞാനിതാ സ്വീകരിക്കുന്നു. ഏവരെയും ആളാമൃതി അനുഗ്രഹിക്കുന്നു. ഓ ഉന്നതമായ ആനന്ദത്തിൽ എന്നും ജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കും. ഓ ഇനി തുടർച്ചയായി വരുന്ന ഓരോ കർമ്മ പദ്ധതികൾ, ഇനി തുടർച്ചയായി വരുന്ന ഓരോ കർമ്മപദ്ധതികൾ, ശാഖാശ്രമ വാർഷികങ്ങൾ, ശാഖാശ്രമവാർഷികം, അത് കഴിഞ്ഞാൽ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ അനേകം കർമ്മങ്ങൾ ഇനിയും നടക്കാനുണ്ട്. വർഷം ആരംഭിക്കുമ്പോൾ അനേക കർമ്മങ്ങൾ ഇനി നടക്കും. നമുക്കങ്ങനെ ഒന്നിനോടും ഒരു വിട പറഞ്ഞു പോകുന്ന അവസ്ഥയല്ല. ഒന്നിനോടും വിട പറഞ്ഞു പോകുന്ന അവസ്ഥയല്ല. പലപ്പോഴും വർഷാവസാനവും പറയുമല്ലോ 2025 വിട പറയുന്നു. 2025 വിട പറയുന്നു. നമുക്ക് വിട പറയുന്ന പരിപാടി ഉണ്ടോ? നമുക്ക് വിട പറയുന്നു. ഇല്ല, എല്ലാം നമ്മളോടുകൂടി നിൽക്കുകയാണ്. നമ്മളോടുകൂടി എന്നാൽ ഇതിനോടൊന്നും നമുക്ക് ബന്ധവുമില്ല. ഇതിനോടൊന്നും അതാണ് ആത്മീയമായ ജീവിതം എന്ന് പറയുന്നത്. ആത്മീയമായ ജീവിതം. എല്ലാത്തിനോടും നമുക്ക് ബന്ധമുണ്ട്, എന്നാൽ ഒന്നിനോടും നമുക്ക് ബന്ധമില്ല. ഒന്നിനോടും നമുക്ക് ബന്ധമില്ല. ശരീരത്തോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ബന്ധം, ശരീരത്തോടുകൂടി ആത്മീയമായി നോക്കുമ്പോൾ ബന്ധമില്ല. ആത്മീയമായ ഈ അവസ്ഥയിലായെങ്കിലേ യഥാർത്ഥ ആധ്യാത്മിക ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ അവസ്ഥയിലായെങ്കിലേ യഥാർത്ഥമായ ആധ്യാത്മിക ജീവിതം ഇപ്പോൾ തുടർന്ന് വരുന്ന വർഷം തുടർന്ന് വരുന്ന വർഷം ഉന്നതമായ നിലയിൽ ഉന്നതമായ ആനന്ദാനുഭവമായി സർവകർമ്മങ്ങളും നടത്തപ്പെടുവാൻ ആനന്ദാനുഭവമായി സർവകർമ്മങ്ങളും നടത്തപ്പെടും. കഴിഞ്ഞ വർഷം നമുക്ക് വിശേഷമായി 27 ആചാര്യന്മാരുടെ സ്തുതി കൂടി ഉണ്ടായിരുന്നു. ശേഷമായി 27 ആചാര്യന്മാരുടെ സ്തുതി. അതാണ് 2025 ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് 2025 ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ വരുന്ന വർഷത്തിൽ ഇപ്പോൾ വരുന്ന വർഷത്തിൽ നമുക്ക് 27 ആചാര്യന്മാരുടെ സ്തുതി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ഉണ്ട്. 27 ആചാര്യന്മാരുടെ സ്തുതി ഒഴിച്ച് ബാക്കി എല്ലാ കാരണം 27 ആചാര്യന്മാരുടെ സ്തുതി 3 വർഷം കൂടുമ്പോഴാണ് നടത്തേണ്ടത്. കാരണം 27 ആചാര്യന്മാരുടെ സ്തുതി 3 വർഷം കൂടുമ്പോഴാണ് നടത്തേണ്ടത്. അങ്ങനെ ഉന്നതമായ കർമ്മങ്ങൾ, അങ്ങനെ ഉന്നതമായ ജന്മനക്ഷത്രങ്ങൾ, ജന്മനക്ഷത്രങ്ങൾ, താരാസ്തുതികൾ, സമാധി ദിനാചരണങ്ങൾ, പക്കനാൾ സ്തുതികൾ, ഞായറാഴ്ച ആരാധനകൾ, യുവജന സ്തുതി, കർത്തവ വ്രതാചരണം, അതുപോലെ ഇനിയും കടന്നു വരുന്ന 12 വെള്ളിയാഴ്ച തീർത്ഥാടനം, ഇങ്ങനെ നിരന്തരമായ നിയമാനുഷ്ഠാനങ്ങളിലൂടെ വ്യവസ്ഥപ്പെടുത്തി ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു പുതിയ വർഷത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഓരോരുത്തരും ഹൃദയം ഒരുങ്ങുക. അപ്പോൾ ഉന്നതമായ ആനന്ദത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. അത് വലിയ മെനക്കേടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയാലെന്ന് ചിന്തിക്കാതെ കൂടുതൽ സമയം ഈ വിധത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധിച്ച് എന്നാൽ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് ഉന്നതമായ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരത്തിന്റെ പൂർത്തീകരണ സമയമാണ്. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് കാണുവാൻ നിങ്ങൾ എല്ലാവരും ആർത്തിയോടെ പ്രാർത്ഥിക്കുന്നു. നമുക്കും അതിന് ആർത്തിയുണ്ട്. നിങ്ങളോടൊപ്പം നിന്ന് ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഞാനും ആഗ്രഹിച്ചിരിക്കുകയാണ്. എത്രയും വേഗം അത് പൂർത്തീകരിച്ച് ദാനം ചെയ്യുമാറാകട്ടെ. അതിനായി നിയോഗിച്ചിരിക്കുന്ന ഉന്നതമായ
പ്രാർത്ഥിക്കാം. കരങ്ങളിൽ കരുതണമേ. ആ ഉന്നതനാകുന്ന ദൈവത്തിന്റെ കാരുണ്യമാണ് അപ്രകാരം ഒരു ജന്മത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആയുരാരോഗ്യത്തോടുകൂടി കാണുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. ആ അതുപോലെ അതിൽ പ്രവർത്തിക്കുന്ന രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ കർമ്മികളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ സന്നിധാനത്തിൽ നടന്ന ഈ തീർത്ഥാടന വേളയിൽ ഒരു മാസം മുമ്പ് മുതലേ ഈ സന്നിധാനത്തിലെത്തി വിവിധ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ഇതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്ത എല്ലാ ശാഖകളിൽ നിന്നും വന്ന ഭക്തന്മാരെ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും വീണ്ടും ഉന്നതമായ കർമ്മങ്ങളിൽ ബന്ധപ്പെടുവാനും സൽക്കർമ്മ ഫലം അനുഭവിക്കുവാനും ആയുസ്സും ആരോഗ്യവും ഓരോരുത്തർക്കും ഈശ്വരൻ ദാനം ചെയ്യട്ടെ. ഈ കർമ്മങ്ങളിലെല്ലാം ബന്ധിച്ചു നിന്ന സന്യാസ പരമ്പരകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധീരെ ധീരെ ഈ ആദർശത്തെ സത്യധർമാദികൾ കൂടി പുലർത്തുവാനുള്ള ആയുസ്സും ആരോഗ്യം അവർക്കും ദാനം ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ മുഖപത്രമായ ശുഭാനന്ദ ദർശനം മാസിക ആ പരമാവധി കൈകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ നമ്മുടെ ജയന്തുമാർ ഭക്തരെയും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എന്റെ സന്താനങ്ങളെയും ആ ഓർത്തുകൊണ്ട് അവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ നമ്മുടെ ഈ കർമ്മ മേഖലകളിൽ 2 സ്ഥാനങ്ങളിലായി നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ട്. രാപകലില്ലാതെ അവിടെ കർമ്മം നടക്കുന്നുണ്ട്. ആദ്യ ദിവസം മുതൽ ഈ സമയം വരെയും അവർ തന്നെയാണ് വീണ്ടും വീണ്ടും ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷീണമോ തളർച്ചയോ ഒന്നും നോക്കാതെ എന്റെ ഗുരുവിന്റെ സന്താനങ്ങൾ ഓടിയെത്തുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ള ആർത്തിയോടുകൂടി നിന്ന് പ്രവർത്തിക്കുന്ന എന്റെ സന്താനങ്ങൾ അവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആയുസാരോഗ്യം നൽകി ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഇവിടെ നിന്ന് പ്രവർത്തിച്ചവരെയും ആ തീർത്ഥാടകരായി എത്തിയവരെയും എന്നാൽ വരാൻ കഴിയാതെ അവരവരുടെ സ്ഥാനങ്ങളിലിരുന്ന് ദുഃഖിക്കുന്നവരെയും ആ നിങ്ങൾ ഈ ആനന്ദം അനുഭവിക്കുമ്പോൾ അവരിതെല്ലാം ഓർത്ത് ദുഃഖിക്കുകയാണ്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ചെന്ന് അവരോട് ഈ സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് ഒരു ചെറിയ ആശ്വാസം ഉണ്ടാകുന്നത്. ആ അങ്ങനെ ആ ദുഃഖിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആ ഇതിനിടയിൽ കടന്നുപോയ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സർവാത്മാക്കളെയും രക്ഷിക്കുവാൻ സർവത്തെയും കരുതുവാൻ ഈ ആദർശത്തെ ലോകവ്യാപകമായി വളർത്തുവാൻ ആത്മനാഥൻ പ്രത്യക്ഷമായി ലോകത്തിൽ വാഴുമാറാകട്ടെ. ഒരാഴ്ചക്കാലമായി നടന്ന ഈ മഹാതീർത്ഥാടനത്തിന്റെ ഉന്നതമായ സമർപ്പണ വേളയാണിത്. എല്ലാ കുറവുകളും ക്ഷമിച്ച് ഓ സർവശക്തി ഇത് സ്വീകരിക്കട്ടെ. മഹാശക്തി സ്വീകരിക്കട്ടെ. മഹാശക്തി സ്വീകരിക്കട്ടെ. സർവപൗര
ആനന്ദം കാണുന്നു. പരമാർത്ഥമറിയുന്ന പരന്മാരിൽ ഈ സത്യം പകലുപോൽ തെളിയുന്നു. ആനന്ദം കാണുന്നു. പരമാർത്ഥമറിയുമ്പോൾ ത്രിഗുണമായി വളരുന്നു. ത്രിഗുണത്താൽ ത്രിമൂർത്തികൾ ആത്മാവിലുദിക്കുന്നു. ബ്രഹ്മാവായി വിഷ്ണുവായി ശിവനായി കാണുന്നത് പരമാത്മസ്വരൂപന്റെ